നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1069th day. Today 18th sloka of Pradhama Skandam, 14th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1069 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ഓം തത്സത്. ശ്രീ പരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം 14ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം, 1ാമത്തെ സ്കന്ധം. സൂര്യം ഹതപ്രഭം പശ്യ ഗ്രഹമർദ്ധം മിതോ ദിവി സസങ്കുലേർഭൂതഗണേർ ജ്വലിതേ ഇവ രോദസി. ഓം തത്സത്. സൂര്യം ഹതപ്രഭം പശ്യ ഗ്രഹമർദ്ധം ദിവോ മിതോ ദിവി സസങ്കുലേർഭൂതഗണേർ ജ്വലിതേ ഇവ രോദസി. ഓം തത്സത്. പദം ഇരിക്കേണ്ടത് സൂര്യം ഹതപ്രദം പശ്യ ഗ്രഹമർദ്ധം മിതോ ദിവി സസങ്കുലൈർ ഭൂതഗണേ ജ്വലിതേ ഇവ രോദസി. അതായത് സൂര്യനെ ഹതപ്രഭം പ്രഭയില്ലാതായിട്ടും ദിവി ആകാശത്തിൽ മിഥഗ്രഹമർദ്ധം ഗ്രഹങ്ങൾ അന്യോന്യം കലയിക്കുന്നതായിട്ടും സസങ്കുലെ അന്യപ്രാണികളോട് ചേർന്നിരിക്കുന്ന ഭൂതഗണി ശിവഭൂതഗണങ്ങൾ കൊണ്ട് രോദസി ആകാശഭൂമികളെ ജ്വലിതേ ഇവ ജ്വലിക്കുന്നവയായിട്ടും പശ്യ നോക്കിയാലും. ധർമ്മപുത്രർ ഭീമനോട് പറയുകയാണ്, നോക്കുക, സൂര്യനെ പ്രഭയില്ലാതായിട്ട് കാണപ്പെടുന്നു. സൂര്യൻ്റെ പ്രഭ വളരെ കുറഞ്ഞിരിക്കുന്നു. ഗ്രഹങ്ങൾ ആകാശമാർഗത്തിൽ അന്യോന്യം കലഹിക്കുന്നു. പിന്നീട് ശിവഭൂതഗണങ്ങളുടെ ഭൂമിയിലുള്ള പ്രാണിവർഗങ്ങളും ശിവഭൂതങ്ങളോടുകൂടി കാണപ്പെടുന്നതിനാൽ ആകാശവും ഭൂമിയും ഒക്കെ ജ്വലിക്കുന്നത് പോലെ തോന്നുന്നു. ഇതൊക്കെ സാധാരണ നടക്കാത്തതാണ്. അസാധാരണമായ സംഭവങ്ങൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നത് നോക്കിയാലും കണ്ടാലും എന്ന് തൻ്റെ സഹോദരനോടുകൂടി പറയുകയാണ് ധർമ്മപുത്രർ ഇവിടെ. അനേകം ദുഷ്യഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ദുർനിമിത്തങ്ങളും ദുഷ്യഗുണങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ധർമ്മപുത്രർ. എന്തോ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയാണ്. അത് തൻ്റെ അനുജനോട് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂര്യം ഹതപ്രഭം പശ്യ ഗ്രഹമർദ്ധം മിതോ ദിവി സസങ്കുലേർ ഭൂതഗണീർ ജ്വലിതേ ഇവ രോദസി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.